ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഡിഗ്രിയുടെ പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം നടന്നു. ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിൻ്റെ എക്സാം നടന്നു. അതിൽ ഇംഗ്ലീഷിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസിയായ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചുരുങ്ങിയത് നമുക്ക് നമ്മുടെ ക്ലാസ്സൊക്കെ വളരെ വ്യക്തമായി കേട്ടിട്ടുണ്ടെങ്കിൽ 18ഉം 19ഉം 20 വരെ നേടാം. കുറച്ചൊരു നമ്മുടെ ക്ലാസ്സുകളൊക്കെ വളരെ ഉഷാറായി കേട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 ക്വസ്റ്റ്യൻ ആണുള്ളത്. 20 ക്വസ്റ്റ്യനിൽ 20 ഔട്ട് ഓഫ് 20 വരെ അടിക്കാം. ഇനി മിനിമം ഒരു 15 നമുക്ക് എന്ത് ചെയ്യാം, ചിലത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് ഒരു 17 മാർക്കിൽ വരെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, നോക്കിയോളൂ. ഒന്നാമത് 71 മുതൽ അതേപോലെ തന്നെ 90 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 71ാമത്തെ ചോദ്യം ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക് എന്നാണ്. 71ാമത്തെ ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്നൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ പഠിച്ചതാണ്. സബ്ജക്റ്റ് അത് സെൻറ്റൻസ് പോസിറ്റീവ് ആയാൽ ടാഗ് നെഗറ്റീവ് ആകണം, സെൻറ്റൻസ് നെഗറ്റീവ് ആയ ടാഗ് പോസിറ്റീവ് ആകണം, ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ അതിലെ മെയിൻ വെർബിൽ നിന്ന് ഡു, ഡസ്, ഡിഡ് എന്നിവ ക്രമീകരിക്കണം എന്നൊക്കെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ മോസ്റ്റ് കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ ഓറിയൻറ്റേഷൻ സെഷൻ എന്നാണ് ഇതിൻ്റെ ടാഗാണ് ചോദിച്ചത്. ഇവിടെ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, അപ്പോൾ ടാഗ് എന്താകണം, നെഗറ്റീവ് ആകണം. അപ്പോൾ ഇവിടെ നോക്കുക, കാൻഡിഡേറ്റ്സ് പറഞ്ഞാൽ പ്ലൂരലാണ്. അറ്റൻഡഡ് എന്നുള്ളത് ഇതിലൊരു ഓക്സിലറി വെർബ് നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ അതിലെ മെയിൻ വെർബിൽ നിന്ന് ഡു, ഡസ്, ഡിഡ് എടുക്കണം. ഈ അറ്റൻഡഡിൻ്റെ ഉള്ളിൽ അപ്പോൾ ഡിഡാണ് ഉണ്ടാവുക, ഡിഡ് അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 71ാമത്തെ ഡിഡിൻ്റെ എന്നാണ്. കാൻഡിഡേറ്റ്സ് പ്ലൂരൽ ആവുമ്പോൾ ദേ ആവും. അപ്പോൾ ഡിഡിൻ്റെ എന്നാണ് 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഡിഡിൻ്റെ ആണ്, ഡിഡിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് 72ാമത്തെ ചോദ്യത്തിലേക്കൊന്ന് പോയി നോക്കാം. എൻ്റെ ആ 8 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ജറണ്ട് എന്നൊരു കാര്യം പറഞ്ഞു തന്നിരുന്നു. അതിൽ 3 കഥ പഠിപ്പിച്ചിരുന്നു, 3 സ്റ്റോറി, 2 സ്റ്റോറി ഞാൻ പഠിപ്പിച്ചിരുന്നു. അതിൽ ആദ്യത്തെ സ്റ്റോറിയിലുള്ളതാണിത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്, ശരിയായ സെൻറ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ജറണ്ട് എന്ന ടോപ്പിക്കാണെന്നാണ് ഈ ചോദ്യം ഉള്ളത്. ജറണ്ട് എന്ന ടോപ്പിക് എന്നാണ്. അപ്പോൾ നോക്കിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അവോയ്ഡിനോട് ചേർന്നിട്ട് നമ്മളൊരു വെർബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വെർബ് ജറണ്ടാകണം. അവോയ്ഡിനോട് ചേർന്നിട്ട് ഒരു വെർബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വെർബ് ജറണ്ട് ഫോമിലേക്ക് മാറണം. അപ്പോൾ അവോയ്ഡഡ് ടു ആൻസർ എന്നുള്ളത് തെറ്റാണ്. അതേപോലെ തന്നെ അവോയ്ഡഡ് ആൻസർ എന്നുള്ളത് തെറ്റാണ്. അതേപോലെ അവോയ്ഡഡ് ഫോർ ആൻസറിങ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, ദ ഓഫീസർ അവോയ്ഡഡ് ആൻസറിങ് ദ ക്വയറി ഡയറക്ട്ലി എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇതാണ് 72ാമത്തെ ചോദ്യം. എൻ്റെ 8 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ജറണ്ട് എന്ന ടോപ്പിക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതിൽ 2 കഥകൾ ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നിരുന്നു. മനസ്സിലായ? അതിലെ 1ാമത്തെ കഥയിൽപ്പെട്ട വേർഡാണ് എന്ത്, അവോയ്ഡ്. ലൈക്ക്, ഡിസ്ലൈക്ക്, എൻജോയ്, ബിസി, അവോയ്ഡ്, ഫിനിഷ്ഡ്, ഇങ്ങനത്തെ കുറച്ച് വെർബുകൾ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്നിട്ട് ഒരു വെർബ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വെർബ് ജറണ്ട് ആകണമെന്ന് ക്ലാസ്സിൽ വളരെ വിശദമായി നമ്മൾ എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ്. ഇനി 73ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. കഴിഞ്ഞ ഫസ്റ്റ് ഫേസിൽ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് അതിൽ നിന്നാണ് ചോദിച്ചത്. സെക്കൻഡ് ഫേസിൽ വളരെ ഈസി ആയൊരു ചോദ്യമാണ് നിങ്ങൾക്ക് തന്നത്. ഒരു സെൻറ്റൻസ് എന്നിട്ട് അത് ഏത് സെൻറ്റൻസ് ആണ് അടയാളപ്പെടുത്താൻ. ഓക്കെ, പ്ലീസ് ഫോർവേഡ് ദ സൈൻഡ് എഗ്രിമെന്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. അപ്പോൾ നമുക്കറിയാം ഇത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആവില്ല, ഇൻറ്ററോഗേറ്റീവ് ആവില്ല, അസേർട്ടീവ് ആവില്ല. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു അസേർഷൻ ആകണം. സബ്ജക്റ്റും വെർബൊക്കെ വരുന്നതാണ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയാം. എന്നാൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യമല്ല. ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ആകാം, റിക്വസ്റ്റ് ആകാം, അതേപോലെ തന്നെ എൻട്രീറ്റി ആകാം, അതേപോലെ തന്നെ വിഷ് ആകാം, ഏതുമാകാം. അതിനാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പ്ലീസ് ഉണ്ട്. അപ്പോൾ പ്ലീസോ റിക്വസ്റ്റോ നമുക്കറിയാം. റിക്വസ്റ്റും കമാൻഡും ഓർഡറും വിഷും ഇതൊക്കെ ഏതിൻ്റെ പരിധിയിലാണ് വരിക, നമ്മുടെ ഇംപറേറ്റീവ് സെൻറ്റൻസിൻ്റെ പരിധിയിലാണ് വരിക. അപ്പോൾ നമ്മുടെ 73ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. വളരെ ഈസിയായ ക്വസ്റ്റ്യൻ. നേരത്തെ ഡിഗ്രി ലെവലിൽ ഈ ചോദ്യം ഒന്നും വരാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ പറഞ്ഞതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ ഉദ്യോഗാർത്ഥികളെ ഇത് കൊടുക്കണ്ട എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തേണ്ട രീതിയിൽ ഇംഗ്ലീഷ് വളരെ ഈസി ആക്കിയിട്ടുണ്ട്. ഇനി 74ാമത്തെ ചോദ്യം, ഷീ സബ്മിറ്റഡ് ഡാഷ് ദ ഡീറ്റെയിൽഡ് പ്രപ്പോസൽ ഫോർ കരിക്കുലം റീഫോം. ആർട്ടിക്കിളിൽ നിന്നാണ് ചോദ്യം. നമുക്കറിയാം ആർട്ടിക്കിളിൽ നിന്നാണ് ചോദ്യം. ഇവിടെ ആ ഡീറ്റെയിൽഡ് എന്നുള്ളതിനെ ഒരിക്കലും ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ദാ പറ്റൂല.
സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ദാ ചേർക്കാം. ഈ ചോദ്യം കണ്ടിട്ട് ഒരു സ്പെസിഫിക്കേഷൻ ഇവിടെ കാണുന്നില്ല, അപ്പോൾ ദാ വെട്ടിപ്പോകാം. പിന്നെ ആർട്ടിക്കിൾ എന്തായാലും വേണം, അപ്പം നോ ആർട്ടിക്കിൾ നമുക്ക് വെട്ടാം. പിന്നെ എ ആണോ ആൻ ആണോ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് എന്ത് നോക്കിയാൽ മതി, അതിൻ്റെ വൊവൽ സൗണ്ട് ആണോ കൺസണന്റ് സൗണ്ട് ആണോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. വൊവൽ സൗണ്ട് ആണെങ്കിൽ ആനും, കൺസണന്റ് സൗണ്ട് ആണെങ്കിൽ എയുമാണ്. അപ്പോൾ നോക്കി ഡി 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 എന്നൊരു സൗണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആൻ അല്ല, ഓപ്ഷൻ എ ഡീറ്റെയിൽഡ് പ്രൊപ്പോസൽ എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇതാണ് 74ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി 75ാമത്തെ ചോദ്യം എന്താ, കൺകോഡിലെ ചോദ്യമാണ്. ഫസ്റ്റ് ഫേസിൽ കൺകോഡിൽ നിന്ന് ഒരൊറ്റ ചോദ്യം വന്നിട്ടില്ല. സെക്കൻഡ് ഫേസിൽ അവർ നീതി പുലർത്തിയിട്ടുണ്ട്. എവരി മെമ്പർ ഓഫ് ദ റിവ്യൂ കമ്മിറ്റി, നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നോക്കി, ഇവിടെ റിക്വയർഡ് എന്നുള്ളത് V3 ആണ്. ഈ എവരി മെമ്പർ ഓഫ് ദ റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ എവരി നോക്കണം. ഈ എവരി, ഈച്ച് ഓഫ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ നൺ ഓഫ്, ഐദർ ഓഫ്, നെയ്തർ ഓഫ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നൗൺ പ്ലൂരൽ ആകണം, അതേപോലെ തന്നെ വെർബ് സിംഗുലർ ആകണം. അതേപോലെ ഇവിടെ നോക്കി എവരി മെമ്പേഴ്സ് എന്ന് പറയാൻ പാടില്ല, എവരി മെമ്പർ എന്ന് പറയാൻ പാടുള്ളൂ. മനസ്സിലായ? യെസ് ഓർ നോ? അപ്പോൾ എവരി വരുമ്പോൾ അതിനെ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തേക്ക് എത്തണമെങ്കിൽ ബാക്കി ഓപ്ഷനൊക്കെ പ്ലൂരലാണ്. ആറ് പ്ലൂരല്, വേറ് പ്ലൂരല്, ഹാവ് പ്ലൂരല്. അപ്പോൾ ആകെ ഉള്ളത് ഒരു സിംഗുലർ മാത്രം ആരാണ്? ഈസാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 75ാമത്തെ ചോദ്യത്തിന് ഉത്തരം സി ആണ്. എവറി മെമ്പർ ഓഫ് ദ റിവ്യൂ കമ്മിറ്റി ഈസ് റിക്വയർഡ് ടു സൈൻ ദ അറ്റൻഡഡ് ഷീറ്റ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തേണ്ടി വരും എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പോൾ ആകെ ഒരു സിംഗുലർ ആണ് ഇപ്പോൾ ഉള്ളത്, ആ ഈസ്. ബാക്കി മൂന്നും പ്ലൂരലാണ്. അപ്പോൾ ഈസിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. എവരി വന്നു കഴിഞ്ഞാൽ അതിനെ സിംഗുലർ ആയിട്ട് പരിഗണിക്കണം എന്ന് കൺകോഡിൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി 76ാമത്തെ ചോദ്യം, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നൊരു ചോദ്യമാണ്. ഒരു സെന്റൻസ് വന്നു, ദിസ് വാച്ച് ഈസ് നോട്ട് ആസ് ഗുഡ് ആസ് ദാറ്റ് വൺ. എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കണം, ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയെ, അതായത് ഒരു പോസിറ്റീവ് ഡിഗ്രി, ഒരു പോസിറ്റീവ് ഡിഗ്രിയെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയെ പോസിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ, ഇതൊക്കെ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വളരെ വിശദമായി പറഞ്ഞതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ് അല്ലെങ്കിൽ സോ ആസ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ് അല്ലെങ്കിൽ സോ ആസ്, ഇതിലേതെങ്കിലും വന്നാൽ ആ ഡിഗ്രി പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും. ഒരു സെന്റൻസിൽ സോ ആസ് അല്ലെങ്കിൽ ആസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും. പോസിറ്റീവിന്റെ കൂടെയാണ് ആസ്, നെഗറ്റീവിന്റെ കൂടെയാണ് സോ ആസ്. മനസ്സിലായോ? ഏത് രീതിയിൽ നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. ആസ് ഉപയോഗിക്കാം, സോ ആസ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ രണ്ടിടത്തും നമുക്ക് ഇവിടെ ആസ് എന്നാണ്. സാധാരണ നെഗറ്റീവിന്റെ കൂടെ സോ ആസും പോസിറ്റീവിന്റെ കൂടെ ആസാസും ആണ്. പക്ഷേ ഇവിടെ രണ്ടിടത്ത് ആസാസ് ഉപയോഗിച്ചത് കൊണ്ട് ഇതൊരു പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇനി സോ ആസ് ആണ് ഉപയോഗിച്ചതെങ്കിലും അതൊരു പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരിക്കലും സൂപ്പർലേറ്റീവ് അല്ല, ഒരിക്കലും കമ്പാരിറ്റീവ് അല്ല, ഒരിക്കലും ഓൾ ദി അബവ് അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്നുള്ളത് ഒരു പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഡിഗ്രിയെ മറ്റൊരു ഡിഗ്രിയിലേക്ക് അർത്ഥവ്യത്യാസം ഇല്ലാതെ മാറ്റുന്ന രീതിയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോ ആസും ആസാസും കണ്ടു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക എന്നാണ് പറഞ്ഞത്. ഇനി 77ാമത്തെ ചോദ്യം നമ്മളെ ക്ലാസ്സിൽ ഇഷ്ടം പോലെ പറഞ്ഞാണ്. ഹാർഡ്ലി സ്കേഴ്സിലി ബെയർലിയുടെ ജോഡി വെന്നെ, നോ സൂണറിന്റെ ജോഡി താനെ. അപ്പോൾ ഇവിടെ പേരാണ്. തുടക്കം നോ സൂണർ കൊണ്ടാണ് തുടങ്ങിയത്. നോ സൂണർ കൊണ്ട് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഇൻവേർഷൻ നടത്തേണ്ടി വന്നു. ഇൻവേർഷൻ നടത്താറിനാൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, എന്നിട്ട് ആ ഓക്സിലറി വെർബിനനുസരിച്ചുള്ള വെർബ്, അങ്ങനെയാണ്. അതാണ് ഇൻവേർഷൻ. അപ്പോൾ നോ സൂണർ നെഗറ്റീവ് ആണ്, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നു. പക്ഷേ ഇൻവേർഷനൊക്കെ PSC ഇവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഇൻവേർഷൻ ചെയ്യിപ്പിച്ചതുമില്ല, ഇൻവേർഷൻ നടത്താൻ പറഞ്ഞതുമില്ല. അതിന്റെ ജോഡിന്റെ ഭാഗത്തൊന്ന് ബ്ലാങ്ക് ഇട്ടു. ജോഡിന്റെ ഭാഗത്ത് എന്ത് ബ്ലാങ്ക് ഇട്ട് കഴിഞ്ഞാൽ ദോ അല്ല, ദന്നല്ല, ദാറ്റ് അല്ല, ദാനാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. അപ്പൊ നോ സൂണർ ഡിഡ് ഐ ഗെറ്റ് ഇൻ ടു ദ ബസ് ദാൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. ഇതാണ് 77ാമത്തെ ചോദ്യം. അപ്പോൾ നോ സൂണർ കൊണ്ട് തുടങ്ങി. നോ സൂണർ നെഗറ്റീവ് ആയതുകൊണ്ട് ഇൻവേർഷൻ നിർബന്ധമാണ്. അതും PSC ചോദിച്ചില്ല. ഇൻവേർഷൻ PSC തന്നു. ഡിഡ് ഐ ഗെറ്റ്, സാധാരണ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഓക്സിലറി വെർബ് വരിക. എന്നാൽ ഇൻവേർഷൻ ആകുമ്പോൾ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് വേണം സബ്ജക്റ്റ് വരാൻ. ആ ഓക്സിലറി വെർബ് അനുസരിച്ച് നിങ്ങൾ വെർബ് ഉപയോഗിക്കണം. ഡിഡ് ആണെങ്കിൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക. ഹാഡ് ആണെങ്കിൽ വെർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കുക. എന്തായാലും അതിന്റെ ജോഡിക്ക് ശേഷം എപ്പോഴും വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് വരിക. അപ്പോൾ ജോഡി ആരാണ്? നോ സൂണറിന്റെ ജോഡി
ആരാണ്? ദാനാണ്. ഇത് വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്. ഇനി 78ാമത്തെ ചോദ്യം നോക്കുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് മോസ്റ്റ് സൂട്ടബിൾ ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ബ്രാക്കറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഒന്നും തന്നിട്ടില്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഓപ്ഷനാണ് ഇവിടെ ഉദ്ദേശം ഉണ്ടാകുക. ഇവിടെ നോക്കുക, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പാസ്റ്റ് അല്ല മക്കളെ. എല്ലാ സിമ്പിൾ പാസ്റ്റും V2 അല്ല മക്കളെ, എല്ലാ സിമ്പിൾ പാസ്റ്റും V2 അല്ലേ. ജാംബുവാന്റെ കാലത്തുള്ള കാര്യം പറയുകയാണെങ്കിലും, എത്ര വർഷം മുമ്പുള്ള കാലത്തുള്ള കാര്യം പറയുകയാണെങ്കിലും, എത്ര കൊല്ലം മുമ്പുള്ള കാര്യമാണെങ്കിലും വെർബിന്റെ സെക്കൻഡ് ഫോം മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന്. എത്ര കൊല്ലം, ഞാൻ ജനിക്കുന്നതിന് മുമ്പത്തെ കാര്യം പറയുമ്പോൾ ഞാൻ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുക. ഞാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുക. എൻ്റെ ഉപ്പാപ്പന്മാരുടെ കാലത്തുള്ള കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സെക്കൻഡ് ഫോം ഉപയോഗിക്കുക. എത്ര വർഷം മുമ്പ് ബാക്കുള്ളതാണെങ്കിലും വെർബിൻ്റെ സെക്കൻഡ് ഫോം മാത്രം മതി. ഹാഡ് ഗോൺ വെച്ചിട്ട് വെറുതെ അതിന് തെറ്റിക്കാൻ പാടില്ല. ഹാഡ് ബീൻ ഗോയിങ്ങും വെക്കാനും പാടില്ല. ആം ഗോയിങ്, ഓൾമാർ മെഷീൻ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, വെൻറ്റി എന്നുള്ള ഉത്തരമാണ്. ഇനി 79ാമത്തെ ചോദ്യം നോക്കുക. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇത് ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈഫ് ക്ലോസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഈഫ് ക്ലോസ് V1 ആണെങ്കിൽ വിൽ പ്ലസ് V1, ഈഫ് ക്ലോസ് V2 ആണെങ്കിൽ വുഡ് പ്ലസ് V1, ഈഫ് ക്ലോസ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ ഷോർട്ട് എടുക്കുകയാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3. ഇതായിരുന്നില്ലേ 3 കണ്ടീഷൻ അല്ലായിരുന്നോ? 3 കണ്ടീഷൻ ആയിരുന്നില്ലേ? അപ്പൊ ഇവിടെ ഈഫ് ക്ലോസ് ആണ് ഇവിടെ ചോദ്യം. ഈഫ് ഇറ്റ് റെയിൻഡ്, അപ്പൊ ആ റെയിൻഡ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ സെക്കൻഡ് ഫോം അല്ലേ മക്കളെ? റെയിൻഡ് പറഞ്ഞ വെർബിന്റെ സെക്കൻഡ് ഫോം അല്ലേ? അപ്പോൾ ഈഫ് ക്ലോസിൽ വന്ന വെർബ് എന്നുള്ളത് V2 അല്ലേ? റെയിൻഡ് വെർബിന്റെ സെക്കൻഡ് ഫോം അല്ലേ? അപ്പൊ വി ഡാഷ് പോസ്റ്റ്പോൺ ദ മാച്ച് എന്നുള്ളതാണ്. ഇവിടെ പോസ്റ്റ്പോൺ എന്നുള്ള ഒരു V1 ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുമ്പിലുള്ള ആ മൊഡാൽ ഓക്സിലറി വെർബ് ഏതാണ്? ഷാൾ അല്ല, വിൽ ഹാവ് അല്ല, വില്ലല്ല. ഓപ്ഷൻ സി, വുഡ് ആണ് നമ്മുടെ ആൻസർ, വുഡ്. അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻഡ് വി വുഡ് പോസ്റ്റ്പോൺ ദ മാച്ച് എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. ഇതാണ് 79ാമത്തെ ചോദ്യം. ഇനി 80ാമത്തെ ചോദ്യം എന്താണ്? പ്രിപ്പോസിഷൻ എന്നാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിപ്പോസിഷന് സ്റ്റേജ്, ലെവല് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അറ്റാണ് ഉപയോഗിക്കുക. മനസ്സിലായ? ഒരു സ്റ്റേജോ ഒരു ലെവലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ നോക്ക്, ദ ടെക്സ്റ്റ് ഈസ് യൂഷ്വലി പ്രിസ്ക്രൈബ്ഡ് അറ്റ് ദ ഗ്രാജുവേറ്റ് ലെവൽ. അപ്പോൾ ഒരു സംഗതിയുടെ ഏജോ ഒരു സംഗതിയുടെ ലെവലോ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? അറ്റാണ് ഉപയോഗിക്കുക. ലെവല്, സ്റ്റേജ്, ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ അറ്റാണ്. ഇവിടെ ഏറ്റവും ഉത്തരം എന്നുള്ളത് ഓപ്ഷൻ ബി ആയ അറ്റാണ്. ദിസ് ടെക്സ്റ്റ് ഈസ് യൂസ്വലി പ്രിസ്ക്രൈബ്ഡ് അറ്റ് ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. അപ്പോൾ ഏത് തരത്തിലുള്ള ലെവലുകളും അതേപോലെ സ്റ്റേജുകളും ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രിപ്പോസിഷൻ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 80, അറ്റാണ് നമ്മുടെ ആൻസർ. ഇനി 81ാമത്തെ ചോദ്യം സിനോണിമാണ്. അതേ അർത്ഥം വരുന്ന വാക്ക് ഏത്? ഡിലിജൻറ്റ്. ദ സ്റ്റുഡൻറ്റ് വാസ് ഡിലിജൻറ്റ് ഇൻ ഹിസ് സ്റ്റഡീസ് എന്നുള്ളതാണ്. ഡിലിജൻറ്റ് ഇൻ ഹിസ് സ്റ്റഡീസിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിനോണിമ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് വെട്ടി ഒഴിവാക്കാം. ഡിലിജൻറ്റിൻ്റെ പര്യായ പദം ഒരിക്കലും ലേസി അല്ല. ലേസിയുടെ അതേ അർത്ഥം തന്നെയാണ് സ്ലോക്ക്, അതേ അർത്ഥം തന്നെയാണ് കെയർലെസ്. കണ്ടോ? അപ്പോൾ 3 വെട്ടി ഒഴിവാക്കി. പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ ഹാർഡ് വർക്കിംഗ് മാത്രമാണ്. അപ്പോൾ ഡിലിജൻറ്റ് എന്നുള്ളതിൻ്റെ ഹാർഡ് വർക്കിംഗ് ആണ്. ഒരിക്കലും ലേസിയും സ്ലോയും കെയർലെസ്സും ഒരേപോലെയാണ്. അർത്ഥത്തിന് മാച്ച് ഒരേപോലെ ഏകദേശം അർത്ഥമാണ്. സ്ലോ ആണ് പറയുകയാണെങ്കിലും ലേസി ആണ് പറയുകയാണെങ്കിലും കെയർലെസ് ആണെന്ന് പറയുകയാണെങ്കിലും ഒക്കെ ഒരേ മീനിങ്ങുമായി ഇങ്ങനെ ആ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ 3 വാക്കുകളാണ്. ആ 3 വാക്കിൽ നിന്ന് ഒന്ന് ഓപ്പോസിറ്റായി നിൽക്കുന്നത് ഹാർഡ് വർക്കിംഗ് മാത്രമാണല്ലോ. അപ്പോൾ 51ാമത്തെ ഉത്തരം ഹാർഡ് വർക്കിംഗ് ആണ്. നമുക്ക് ഉറപ്പല്ലേ? ദ സ്റ്റുഡൻറ്റ് വാസ് ഡിലിജൻറ്റ് ഇൻ ഹിസ് സ്റ്റഡീസിൽ ഹാർഡ് വർക്കിംഗ് എന്നുള്ള ഉത്തരമാണ്. ഇനി 82ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ് പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് ദ വേർഡ് ഓഫ് ഓർഗനൈസ്. ഈ ഓർഗനൈസ് എന്നുള്ളതൊരു വെർബാണ് അല്ലേ? അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ എന്തായാലും മിസ്സും നോണും നമുക്ക് വെട്ടാം. പിന്നെ അണ്ണാണോ ഡിസ്സാണോ എന്നായിരിക്കും കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകുക. നമ്മൾ ഉത്തരം ഓപ്ഷൻ സി, ഡിസ്സാണ്. ഓർഗനൈസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അണ്ണ് കൊടുക്കായിരുന്നു. പക്ഷെ ഓർഗനൈസ് എന്ന വെർബിൽ എത്തിയത് കൊണ്ട് നമ്മുടെ ഉത്തരം ഡിസ്ഓർഗനൈസ് എന്നാണ്.
മനസ്സിലായോ? ഡിസ്ഓർഗനൈസ്, അതിൻ്റെ ഓർഗനൈസിൻ്റെ ഓപ്പോസിറ്റ്. ഓർഗനൈസ്ഡ് എന്നാണെങ്കിൽ അണ്ണ് കൊടുക്കായിരുന്നു, ഓർഗനൈസ്ഡ് എന്നാണെങ്കിൽ അണ്ണും പറ്റും, അതേപോലെ ഡിസും പറ്റും. പക്ഷെ ഇവിടെ ഓർഗനൈസ് വരുന്നത് കൊണ്ട് അണ്ണ് മാച്ചല്ല, അൺഓർഗനൈസ് എന്ന് പറയില്ല, ഡിസ്ഓർഗനൈസ് എന്നാണ് പറയുക. അപ്പോൾ ഓപ്ഷൻ സി പ്രീഫിക്സിൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഓർഗനൈസിൻ്റെ ഓപ്പോസിറ്റ് ഡിസ് ആണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ഇതിൻ്റെ നമ്മുടെ ഉത്തരം. ഇനി പിക്ക് ഔട്ട് ദ ആന്റോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. എന്താണ്? ദ തീഫ് റെസ്പോൺസ് വാസ് ഇമ്പൾസീവ് റേദർ ദാൻ തോട്ട്ഫുൾ എന്നാണ്. അപ്പോൾ നോക്കി, ഇമ്പൾസീവിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് വേർഡാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നോക്ക്, സഡനും ഹേസ്റ്റിയും ഒരേ അർത്ഥമാണ്. അപ്പോൾ അതിന് നമുക്ക് വേഗം വെട്ടിക്കളയാൻ പറ്റിയ ഒരുപാട് കുറച്ച് തലച്ചോറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈസി. ഇനി ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടിക്കളഞ്ഞ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇമ്പൾസീവിൻ്റെ ആന്റോണിമാണ് ചോദിച്ചത്. ഇമ്പൾസീവിൻ്റെ ആന്റോണിമി ചോദിക്കുകയാണെങ്കിൽ സഡനും ഹേസ്റ്റിയും ഒരേ അർത്ഥമാണ്. പെട്ടെന്ന്, ഹേസ്റ്റിയും പെട്ടെന്ന്, ധൃതി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ രണ്ടെണ്ണം വെട്ടിക്കളയാം. പിന്നെ ഇമോഷണലും ഉണ്ട്, ഡെലിബറേറ്റിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ഡെലിബറേറ്റ് ആണ്, ഡെലിബറേറ്റ്, സൂക്ഷ്മതയോടുകൂടി. മനസ്സിലായോ? അപ്പോൾ ഇമ്പൾസീവ് എന്ന ആ ഒരു വാക്കിൻ്റെ ആന്റോണിം ഡെലിബറേറ്റ് ആണ്. ഇതാണ് 83ാമത്തെ ചോദ്യം. ഇനി 84ാമത്തെ ചോദ്യം കളക്റ്റീവ് നൗണിൽ നിന്നാണ്. കളക്റ്റീവ് നൗണിൽ ഞങ്ങൾക്ക് അറിയാം, ഇവിടെ ലയൺസ് ആണ്. ലയൺസിൻ്റെ കൂട്ടത്തെ ഒരിക്കലും ഫ്ലോക്ക് എന്നല്ല, ട്രൂപ്പ് എന്നല്ല, ഹെർഡ് എന്നല്ല, പ്രൈഡ് എന്നാണ്. 8.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പട്ടികളുടെ കൂട്ടത്തെ പാക്ക് എന്നും, സിംഹങ്ങളുടെ കൂട്ടത്തെ എന്താണ് പ്രൈഡ് എന്നും, ആനകളുടെ കൂട്ടത്തെ ഹെർഡ് എന്നൊക്കെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ പ്രൈഡ്. ഇനി 85ാമത്തെ ചോദ്യം, ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. ശരിയായ ഫ്രേസൽ വെർബ് കണ്ടെത്തുക. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഡാഷ് ദ അസൈൻമെന്റ് ബിഫോർ ഫ്രൈഡേക്ക് മുമ്പിൽ കുട്ടികളെല്ലാവരും അസൈൻമെന്റ് വെക്കണം എന്നാണ്. അസൈൻമെന്റ് വെക്കണം, ഒരിക്കലും ലുക്ക് ആഫ്റ്റർ അല്ല. എന്താ ലുക്ക് ആഫ്റ്റർ നിങ്ങൾക്ക് അറിയല്ലോ. അതേപോലെ പുട്ട് ഓഫ് അല്ല, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ ആണ്. മനസ്സിലായ? ലുക്ക് ആഫ്റ്റർ അല്ല. അതേപോലെ തന്നെ ടേൺ അപ്പ് എന്നുള്ളത് അറൈവാണ്. ടേൺ അപ്പ് എന്നുള്ളത് അറൈവാണ്. അപ്പോൾ ഹാൻഡ് ഇൻ, ഓപ്ഷൻ എ ഹാൻഡ് ഇൻ ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ് എന്നുണ്ട്, അതേപോലെ തന്നെ അപ്പിയർ എന്നുണ്ട്, ഏതും അർത്ഥം വെക്കാം. അപ്പോൾ ലുക്ക് ആഫ്റ്റർ, പുട്ട് ഓഫ്, ടേൺ അപ്പ്, ഈ 3 നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് ഹാൻഡിലേക്ക് എത്താം. കാരണം ലുക്ക് ആഫ്റ്റർ ആ സെന്റൻസിന് മാച്ചല്ല. ലുക്ക് ആഫ്റ്ററിൻ്റെ അർത്ഥം അറിഞ്ഞാൽ ആ സെന്റൻസിന് മാച്ചല്ല. അതേപോലെ തന്നെ പുട്ട് ഓഫ് ആ സെന്റൻസിന് മാച്ചല്ല. അതേപോലെ തന്നെ ടേൺ അപ്പ്, അപ്പിയർ, അറൈവ് അതും ആ സെന്റൻസിന് മാച്ചല്ല. പിന്നെ ഹാൻഡിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാൻഡിനാണ് നമ്മുടെ ആൻസർ. അങ്ങനെ നമുക്ക് എത്താം. പിന്നെ 86ാമത്തെ ചോദ്യത്തിൽ ഉറക്കത്തിൽ നടക്കുന്ന ആള്, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, ഉറക്കത്തിൽ നടക്കുന്ന ആള്. ഒന്നോടെ ഉറങ്ങി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞാൽ പിന്നെ ഓന കിടന്നോടത്തുണ്ടാവില്ല, വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ സോംനാംബുലിസ്റ്റ് എന്നാണ് പറയുക. നൊക്ടാനൽ എന്ന് പറഞ്ഞാൽ നൈറ്റിൻ്റെ അജക്റ്റീവാണ് നൊക്ടാനൽ. കൊളാറ്ററൽ അജക്റ്റീവ് എന്ന് പറയും. കൊളാറ്ററൽ അജക്റ്റീവ് അത് നൈറ്റ് നൊക്ടാനലാണ്. അതേപോലെ തന്നെ ഡ്രീമർ അല്ല, ഇൻസോമിനിയാക്ക് അല്ല, സോംനാംബുലിസ്റ്റ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഇടയ്ക്ക് PSC ചോദിച്ച ചോദ്യമാണത്. ഉറക്കത്തിൽ നടക്കുന്നതിൻ്റെ 1 വേർഡ് എന്താണെന്ന് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. സോംനാംബുലിസ്റ്റ്. നമ്മളെ ജയറാമിൻ്റെ സ്വപ്നലോകത്തെ ബാലഭാസ്കറിൽ ജയറാമിൻ്റെ രീതി എങ്ങനെയായിരുന്നു? ആ കിടന്നിടത്തുനിന്ന് പിന്നെ ഉണ്ടാവില്ല, പിന്നെ രാവിലെ എങ്ങനെ കാണുന്ന ഒരു കാര്യമല്ല അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നടക്കുക എന്നുള്ളത് സോംനാംബുലിസ്റ്റാണ്. അതാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ എന്നുള്ള ഒരു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇതും നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ അവസാനത്തെ സൈലത്ത് പഠിച്ച ഡിഗ്രി കുട്ടികൾക്ക് ഇതേ ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്താണ്. എവിടെ? നമ്മുടെ ഡിഗ്രിക്ക് ഈ ഡിഗ്രി പ്രിലിംസ് എടുത്ത മക്കൾക്ക് ഇതേ ചോദ്യം ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതേ ചോദ്യം സോംനാംബുലിസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങളും ആ ക്ലാസ് പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 87ാമത്തെ ചോദ്യം, വോക്സ് പോപ്പുലി. ഞാൻ ഫോറിൻ ഫ്രൈസ് എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. അതിൽ വോക്സ് പോപ്പുലി പറഞ്ഞിരുന്നു. വോക്സ് പോപ്പുലി എന്ന് പറഞ്ഞാൽ വോയിസ് ഓഫ് ദ പീപ്പിൾ ആണ്. വോയിസ് ഓഫ് ദ പീപ്പിൾ എന്ന്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ, ജനങ്ങളുടെ ശബ്ദമാണ് വോക്സ് പോപ്പുലി എന്ന് പറഞ്ഞാൽ. 87. ഇനി 88ാമത്തെ ചോദ്യം, ഹാവിങ് പ്രാക്ടിക്കൽ നോളജ് ഓർ സ്കില്ല്. പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട വാക്ക് ഏതാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ഇഗ്നോറൻ്റ് അല്ല, ഇൻ്റലിജൻ്റ്, ഇൻജീനിയസ് ആണ്. മനസ്സിലായോ? ഓപ്ഷൻ എ പ്രാക്ടിക്കൽ നോളജ് ഓപ്ഷൻ എ ആണ്. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി 89ാമത്തെ ചോദ്യം, ടു ബെൽ ദ കാറ്റ്.
ടു ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി, ടു അണ്ടർടേക്ക് എ റിസ്കി ടാസ്ക് ഫോർ ദ കോമൺ ഗുഡ്. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു റിസ്കി ടാസ്ക് ഏറ്റെടുക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ്, ഞാനത് ഏറ്റെടുക്കുകയാണ്, എന്നാൽ ഇത് ഞാൻ ഏറ്റെടുക്കുന്നതോടുകൂടി അത് ഞാൻ ഫലപ്രാപ്തിയിൽ എത്തിച്ചാൽ മറ്റുള്ളവർക്കും അത് ഒരുപാട് ഉപകാരമാവും. അതിനെയാണ് ടു ബെൽ ദ കാറ്റ് എന്ന് പറയുക, ടു അണ്ടർടേക്ക് എ റിസ്കി ടാസ്ക് ഫോർ ദ കോമൺ ഗുഡ് എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. അതേപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോയുടെ എക്സ്പാൻഷൻ എന്താണ്? യുനെസ്കോയുടെ എക്സ്പാൻഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ 90A ആണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് 20ൽ 20 അടിക്കാം. ഞാൻ പറഞ്ഞ ആ ഒരു വെട്ടിക്കളഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റം നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ, വെട്ടിക്കളഞ്ഞ് ഉത്തരത്തിലേക്ക് എത്തുന്ന സിസ്റ്റം സ്വീകരിച്ചിരുന്നെങ്കിൽ 20ൽ 20 വരെ നിങ്ങൾക്ക് കിട്ടാം. അല്ലെങ്കിൽ മിനിമം പഠിച്ചു പോയതിനൊരു 17 കിട്ടും. പഠിച്ചു പോയ ഒരാൾക്ക് 17 മാർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ്. ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും ഇനി അടുത്ത നടക്കാനുള്ള സ്റ്റേജും. അപ്പോൾ ആരും ടെൻഷൻ ആകണ്ട. ഇനി ഇതിൻ്റെ കൂടുതൽ കണക്റ്റഡ് ഫാക്ട്സ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം എങ്ങനെ എത്തി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, അടുത്ത സ്റ്റേജിലുള്ളവർ ആദ്യത്തെ സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടാമത്തെ സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി വേഗം ഒരുങ്ങുക. ഇനിയും ആ ക്ലാസ് 8.5 മണിക്കൂറിന് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു തീർത്തോളി. ഒരുപാട് ഉപകാരപ്പെട്ടു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആണത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 90 വരെ 20 ചോദ്യം, 71 മുതൽ 90 വരെയുള്ള 20 ചോദ്യത്തിൽ ഈ രീതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 20 ഔട്ട് ഓഫ് 20 കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ മിനിമം പഠിച്ചു പോയ ആളുകൾക്ക് 17 വരെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ കൂടുതൽ കണക്റ്റഡ് ഫാക്ട്സ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു.